ഇന്നത്തെ മനുഷ്യരുടെ ജീവിതത്തിലെ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷനിൽ പ്രധാനപ്പെട്ടതാണ് കാറുകൾ. വേഗതയും സൗകര്യവും നൽകുന്ന ഈ വാഹനം നമ്മുടെ യാത്രകളെ കൂടുതൽ എളുപ്പമുള്ളതാക്കി. 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം സ്റ്റീം എഞ്ചിൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ആദ്യ വാഹനങ്ങൾ വികസിപ്പിക്കപ്പെട്ടു. പിന്നീട് 19-ാം നൂറ്റാണ്ടിൽ ഇൻറ്റേർണൽ കമ്പസ്റ്റൺ എഞ്ചിൻ വികസിപ്പിച്ചതോടെ വാഹനങ്ങളുടെ രൂപകൽപ്പനയും ഉപയോഗവും കൂടുതൽ പ്രായോഗികമായി. 1885-ൽ കാൾ ബെൻസ് എന്ന ജർമ്മൻ എഞ്ചിനീയർ നിർമ്മിച്ച ബെൻസ് പേറ്റന്റ് മോട്ടോർ വാഗനാണ് ലോകത്തിലെ ആദ്യത്തെ പെട്രോൾ എഞ്ചിൻ കാറായി പരിഗണിക്കപ്പെടുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചില ഫേമസ് കാർ കമ്പനികളെ പറ്റി നോക്കാം. ആദ്യമായി നമുക്ക് ടൊയോട്ടയെ പറ്റി പറയാം. ടൊയോട്ട ലോകത്തിലെ ഏറ്റവും വലിയതും വിശ്വസ്തതയാർന്നതുമായ വാഹന നിർമ്മാണ കമ്പനികളിൽ ഒന്നാണ്. 1937-ൽ കിച്ചറോ ടൊയോഡ ജപ്പാനിൽ സ്ഥാപിച്ച ഈ കമ്പനി ക്വാളിറ്റി, റിലയബിലിറ്റി, ഡ്യൂറബിലിറ്റി, ലോ മെയിൻ്റനൻസ് കോസ്റ്റ്, ഫ്യൂവൽ എഫിഷ്യൻസി എന്നിവ കൊണ്ട് ലോകമെമ്പാടും പ്രശസ്തമാണ്. ടൊയോട്ടയുടെ ചില പ്രധാനപ്പെട്ട മോഡലുകളാണ് ടൊയോട്ട കൊറോള, ലാൻഡ് ക്രൂയിസർ, ടൊയോട്ട സുപ്ര എന്നിവയൊക്കെ. ഇതിൽ ടൊയോട്ട കൊറോളയാണ് ലോകത്തിലെ ഓൾ ടൈം ബെസ്റ്റ് സെല്ലിംഗ് ഓട്ടോമൊബൈലായി കണക്കാക്കപ്പെടുന്നത്. അടുത്തതായി വോക്സ് വാഗൻ. 1937-ൽ ജർമ്മനി ആസ്ഥാനമായി സ്ഥാപിതമായ കമ്പനിയാണ് വോക്സ് വാഗൻ. വോക്സ് വാഗൻ എന്ന പദത്തിൻ്റെ അർത്ഥം പീപ്പിൾസ് കാർ എന്നാണ്. സാധാരണ ജനങ്ങൾക്കും ഉപയോഗിക്കാൻ കഴിയുന്ന കാറുകൾ നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ കമ്പനി ആരംഭിച്ചത്. ജർമ്മൻ എഞ്ചിനീയറിംഗ്, ബിൽഡ് ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി, ഡ്രൈവിംഗ് കംഫർട്ട് ആൻഡ് സ്റ്റെബിലിറ്റി, സോളിഡ് ഡിസൈൻ, പെർഫോമൻസ് എന്നിവയൊക്കെയാണ് വോക്സ് വാഗൻ കാറിൻ്റെ പ്രത്യേകത. വോക്സ് വാഗൻ്റെ ചില പ്രധാനപ്പെട്ട മോഡലുകളാണ് വോക്സ് വാഗൻ ബീറ്റിൽ, വോക്സ് വാഗൻ മൈക്രോബസ് ബാർ ടൈപ്പ് 2, വോക്സ് വാഗൻ ഗോൾഫ് എന്നിവയൊക്കെ. ഇതിൽ വോക്സ് വാഗൻ ബീറ്റിൽ എന്നത് വോക്സ് വാഗൻ നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ കാറുകളിൽ ഒന്നാണ്. 1930കളിൽ അവതരിപ്പിച്ച ഈ കാർ സാധാരണ ജനങ്ങൾക്ക് എളുപ്പത്തിൽ വാങ്ങാനും ഉപയോഗിക്കാനും കഴിയുന്ന രീതിയിൽ രൂപകൽപ്പന ചെയ്തതാണ്. അടുത്തതായി ഫോർഡ് മോട്ടോർ കമ്പനിയെക്കുറിച്ച് പറയാം. 1903-ൽ ഹെൻറി ഫോർഡാണ് അമേരിക്ക ആസ്ഥാനമായി ഈ കമ്പനി സ്ഥാപിച്ചത്. കാറുകളുടെ നിർമ്മാണത്തിൽ മൂവിംഗ് അസംബ്ലി ലൈൻ ആദ്യമായി അവതരിപ്പിച്ചത് ഈ കമ്പനിയാണ്. അസംബ്ലി ലൈൻ എന്നത് ഒരു പ്രൊഡക്റ്റ് പടിപടിയായി നിർമ്മിക്കുന്ന ഒരു പ്രക്രിയയാണ്. പ്രൊഡക്റ്റ് ഒരു ലൈനിലൂടെ മുന്നോട്ട് നീങ്ങുമ്പോൾ ഓരോ ഘട്ടത്തിലും വ്യത്യസ്ത തൊഴിലാളികൾ അല്ലെങ്കിൽ മെഷീൻസ് ഓരോ ഭാഗം ചേർക്കും. ഡ്യൂറബിലിറ്റി ആൻഡ് ടഫ്നെസ്, റിലയബിലിറ്റി, പെർഫോമൻസ് ആൻഡ് സ്പോർട്ടി കാർസ്, ഇന്നോവേഷൻ എന്നിവയൊക്കെയാണ് ഫോർഡ് കാറുകളുടെ പ്രത്യേകത. ഫോർഡിൻ്റെ ചില പ്രധാനപ്പെട്ട മോഡലുകളാണ് മോഡൽ ടി, ഫോർഡ് മസ്താങ്, ഫോർഡ് എഫ് സീരീസ് പിക്കപ്സ് ആൻഡ് ട്രക്സ് എന്നിവയൊക്കെ. അടുത്തതായി ഹ്യുണ്ടായി. 1967-ൽ സൗത്ത് കൊറിയ ആസ്ഥാനമായി ആരംഭിച്ച കമ്പനിയാണ് ഹ്യുണ്ടായി. സ്റ്റൈലിഷ് ഡിസൈനും കൂടുതൽ ഫീച്ചറുകളും കൂടാതെ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള കാറുകൾ നിർമ്മിക്കുന്നതിലും ഹ്യുണ്ടായി ലോകപ്രശസ്തി നേടി. അഫോർഡബിൾ ആൻഡ് വാല്യൂ ഫോർ മണി, ഫീച്ചർ റിച്ച് കാർ, റിലയബിലിറ്റി ആൻഡ് ലോ മെയിൻ്റനൻസ്, ഫ്യൂവൽ എഫിഷ്യൻസി, മോഡേൺ ഡിസൈൻ ആൻഡ് സ്റ്റൈൽ എന്നിവയൊക്കെ ഹ്യുണ്ടായി കാറുകളുടെ പ്രത്യേകതയാണ്. ഹ്യുണ്ടായിയുടെ ചില പ്രധാനപ്പെട്ട മോഡലുകളാണ് ഹ്യുണ്ടായി സാൻഡ്രോ, ഹ്യുണ്ടായി ക്രെറ്റ, ഹ്യുണ്ടായി ഐ സീരീസ്, ഹ്യുണ്ടായി വെർണ എന്നിവയൊക്കെ. അടുത്തതായി നമുക്ക് മെഴ്സിഡീസ് ബെൻസിനെ പറ്റി പറയാം. മെഴ്സിഡീസ് ബെൻസ് ജർമ്മനി ആസ്ഥാനമായ ലോകപ്രശസ്തമായ ഒരു ലക്ഷറിയസ് കാർ ബ്രാൻഡാണ്. 1926-ലാണ് മെഴ്സിഡീസ് ബെൻസ് സ്ഥാപിതമായത്. അതിൻ്റെ സ്ഥാപകരിൽ ഒരാളായ കാൾ ബെൻസ് ആണ് ലോകത്തിലെ ആദ്യത്തെ ആധുനിക കാർ നിർമ്മിച്ചത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ലക്ഷറി, പ്രസ്റ്റീജ്, ജർമ്മൻ എഞ്ചിനീയറിംഗ്, കംഫർട്ട്, സേഫ്റ്റി ആൻഡ് ഹൈ പെർഫോമൻസ് എന്നിവയൊക്കെ മെഴ്സിഡീസ് ബെൻസിൻ്റെ പ്രത്യേകതയാണ്. മെഴ്സിഡീസ് ബെൻസിൻ്റെ ചില പ്രധാനപ്പെട്ട മോഡലുകളാണ് മെഴ്സിഡീസ് W124, മെഴ്സിഡീസ് ബെൻസ് ജി ക്ലാസ് ജി വാഗൻ, മെഴ്സിഡീസ് 300 SL എന്നിവയൊക്കെ. ഇനി നമുക്ക് BMW പറ്റി പറയാം. ബൈറിഷ മോട്ടർ ആൻഡ് വക്ക എന്നാണ് ഇതിൻ്റെ പൂർണ്ണരൂപം. 1916-ൽ ജർമ്മനിയിൽ സ്ഥാപിതമായ ഈ കമ്പനി
ആദ്യകാലങ്ങളിൽ വിമാന എഞ്ചിനുകളായിരുന്നു നിർമ്മിച്ചിരുന്നത്. പിന്നീട് 1923 ഈ കമ്പനി മോട്ടോർ സൈക്കിൾ നിർമ്മിക്കാൻ ആരംഭിച്ചത്. 1928 BMW ഒരു ഓട്ടോമൊബൈൽ മാനുഫാക്ചറായി മാറുന്നത്. പെർഫോമൻസ് ആൻഡ് ഡ്രൈവിംഗ് പ്ലഷർ, ലക്ഷറി ആൻഡ് പ്രസ്റ്റീജ്, ജർമ്മൻ എഞ്ചിനീയറിംഗ്, സ്പോർട്ടി ലുക്സ് എന്നിവയൊക്കെ BMW കാസിൻ്റെ പ്രത്യേകതയാണ്. BMWവിൻ്റെ ചില പ്രധാനപ്പെട്ട മോഡലുകളാണ് BMW 2002, BMW Z3, BMW E30, BMW 7 സീരീസ് എന്നിവയൊക്കെ. ഇനി ഹോണ്ടയെപ്പറ്റി പറയാം. 1946 സൊച്ചേറോ ഹോണ്ട ജപ്പാൻ ആസ്ഥാനമാക്കി ഹോണ്ട ടെക്നിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിച്ചു. ഇത് വാറിൽ സർപ്ലസായി വന്ന എഞ്ചിനുകൾ ഉപയോഗിച്ച് മോട്ടോർ ബൈക്കുകൾ അഥവാ ബൈസിക്കിൾസ് നിർമ്മിക്കുന്ന കമ്പനിയായിരുന്നു. പിന്നീട് 1948 സൊച്ചേറോ ഹോണ്ടയും ടെക്കിയോ ഫുജിസാവയും ചേർന്ന് ഹോണ്ട മോട്ടോർ കമ്പനി ആരംഭിച്ചത്. 1960 ഹോണ്ട കാർ നിർമ്മാണ രംഗത്തേക്ക് കടന്നുവന്നു. റിലയബിലിറ്റി, ഫ്യൂവൽ എഫിഷ്യൻസി, സ്ട്രോങ് എഞ്ചിനീയറിംഗ് ക്വാളിറ്റി, ഈസി ടു മെയിൻറ്റെയിൻ, ലോങ് ലാസ്റ്റിംഗ് എന്നിവയൊക്കെ ഹോണ്ട കാസിൻ്റെ പ്രത്യേകതയാണ്. ഹോണ്ടയുടെ ചില പ്രധാനപ്പെട്ട മോഡലുകളാണ് ഹോണ്ട സിവിക്, ഹോണ്ട NSX, ഹോണ്ട അക്കോർഡ് എന്നിവയൊക്കെ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കൂടാതെ ഈ വീഡിയോയുടെ രണ്ടാം ഭാഗവും ഇന്ത്യയിലെ ഫേമസ് കാർ കമ്പനികളെക്കുറിച്ചുള്ള വീഡിയോയും ചാനലിൽ ഉടനെ വരുന്നതാണ്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയ ഫാക്ട്സ് റിലേറ്റഡ് ക്വിസും ചാനലിൽ ഷോർട്സ് ആയിട്ടിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.